കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. വേമ്പനാട് കായലിൽ ആറ്റുകൊഞ്ചുകൾ വംശനാശം നേരിടുകയാണെന്ന് കണ്ടെത്തൽ. കായൽ മലിനീകരണവും ഉപ്പുവെള്ളം കലർന്നതുമാണ് ആറ്റുകൊഞ്ചിന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കിയതെന്നാണ് വിലയിരുത്തൽ. വേമ്പനാട്ട് കായലിൽ വർഷം തോറും നടക്കുന്ന മത്സ്യ കണക്കെടുപ്പിലാണ് ആറ്റുകൊഞ്ചിന്റെ എണ്ണം കുറഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത്. കുമരകം, കുട്ടനാട് മേഖലകളിലും കുട്ടനാട്ടിലെ പമ്പാ നദിയുടെ ഭാഗങ്ങളിലുമായി 15 സ്ഥലങ്ങളിലാണ് മത്സ്യക്കണക്കെടുപ്പ് നടത്തിയത്. 2018 പ്രളയം മുതലാണ് ക്രമാതീതമായി ആറ്റുകൊഞ്ചിന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയത്. ശുദ്ധജലത്തിലാണ് ആറ്റുകൊഞ്ചിന്റെ വാസമെങ്കിലും മുട്ടയിടുന്നതിനും കുഞ്ഞുങ്ങൾ വളരുന്നതിനും ഉപ്പുരസമുള്ള വെള്ളം ആവശ്യമാണ്. എന്നാൽ തണ്ണീർമുക്കം ബണ്ട് വന്നത് കൊഞ്ച് ഉൾപ്പെടെയുള്ള മീനുകളുടെ സഞ്ചാരത്തെയും പ്രജനനത്തെയും ബാധിച്ചിട്ടുണ്ട്. കായൽ സംരക്ഷണത്തിന് അടിയന്തര നടപടി വേണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ആറ്റുകൊഞ്ചിന് 700 മുതൽ 800 ഗ്രാം വരെ ഭാരമുണ്ടാകും. എന്നാൽ കഴിഞ്ഞ വർഷം നടത്തിയ കണക്കെടുപ്പിൽ 300 ഗ്രാം മാത്രം ഭാരമുള്ളവയെയാണ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആലപ്പുഴയിലെ നെൽപ്പാടങ്ങളിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ രോഗം വ്യാപകമാകുന്നു. കർഷകർ ആശങ്കയിൽ. രണ്ടാം കൃഷി ഇറക്കിയ ആലപ്പുഴ ജില്ലയിലെ പല പാടശേഖരങ്ങളിലും നെല്ലിനു ബാക്ടീരിയ ഇലകരിച്ചിൽ രോഗം വ്യാപകമാകുന്നത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിച്ച് വിളവിറക്കിയ കർഷകർക്കാണ് ഇലകരിച്ചിൽ വെല്ലുവിളിയായിരിക്കുന്നത്. നെൽച്ചെടിയുടെ ഓലകളുടെ ഇരുവശങ്ങളിലൂടെ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തിൽ താഴേക്ക് വ്യാപിക്കുന്ന കരിച്ചിലാണ് രോഗലക്ഷണം. സാന്താമോണസ് ഒറൈസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരണമെന്നാണ് വിലയിരുത്തൽ. ഇലയിൽ മഞ്ഞ നിറത്തിലുള്ള നീണ്ട പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് ഇലയുടെ അറ്റത്ത് നിന്ന് താഴോട്ട് തണ്ടിനരികിലൂടെയോ വളഞ്ഞുപുളഞ്ഞ രേഖകൾ രൂപപ്പെടുകയും ക്രമേണ ആ ഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യുന്നു. കഴിഞ്ഞ കൃഷിയിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ രോഗം വന്ന പാടത്ത് ഇത്തവണത്തെ കൃഷിയിലും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പാടങ്ങളിൽ നിന്ന് ജലസേചനത്തിനായി വെള്ളം കയറ്റിയിറക്കുമ്പോൾ രോഗം മറ്റു പാടങ്ങളിലേക്കും പടരും. നടീൽ സമയത്ത് ഞാറിന്റെ അറ്റം മുറിക്കുന്നത്, അധികമായ ജലസേചനം, കളകൾ, താമസിച്ചുള്ള മൂന്നാം വളപ്രയോഗത്തിൽ അമിത നൈട്രജൻ എന്നിവ രോഗവ്യാപനത്തിന്റെ തീവ്രത കൂട്ടുകയും ചെയ്യും. സഹായത്തിനായി ഡോക്ടർ MS സ്വാമിനാഥൻ മങ്കൊമ്പ് നെല്ലു ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക രംഗത്ത് AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിയുമായി നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. പ്രചോദനമായത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ സ്മാർട്ട് ഫാമിംഗ് ആശയം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൃഷി കൂടുതൽ ലളിതവും ലാഭകരവുമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സ്മാർട്ട് ഫാമിംഗ് എന്ന ആശയം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത് വിജയിച്ചതിനെ തുടർന്നാണ് പുതിയ പദ്ധതി മുന്നോട്ടുവച്ചത്. കിലയുടെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 40 കർഷകരാണ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സ്മാർട്ട് ഫാമിംഗ് രീതികൾ നടപ്പാക്കിയത്. ഓരോ കർഷകനും ഓരോ സെന്റ് ഭൂമിയിൽ പരമ്പരാഗത കാർഷിക രീതിയിലും സ്മാർട്ട് ഫാമിംഗ് രീതിയിലും ഒരേ സമയം കൃഷി ചെയ്തു. സ്മാർട്ട് ഫാമിംഗിൽ ഉൽപാദന ചെലവ് 200 രൂപയിൽ കൂടിയിട്ടില്ലെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത്. ഇതോടെ മറ്റ് കർഷകരെ ഇതിലേക്ക് ആകർഷിക്കാൻ ബോധവൽക്കരണ പരിപാടികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കൃഷിക്കാവശ്യമായ മൂലകങ്ങളുടെയും ജലത്തിന്റെയും അളവ്, പരിപാലന രീതി എന്നിവ സംബന്ധിച്ച വിവരങ്ങളും കർഷകരുടെ മൊബൈലിൽ നേരിട്ടെത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് സവാളയും തക്കാളിയും വിലക്കുറവിലേക്ക്. അതിർത്തി പ്രദേശങ്ങളിൽ കിലോയ്ക്ക് 20 രൂപയിൽ താഴെ മാത്രമാണ് വില. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ പലയിടത്തും സവാളയ്ക്ക് 17 രൂപയോ അതിൽ താഴെയോ ആണ് ചില്ലറ വിൽപ്പന വില. തക്കാളിയും സമാനമായ തരത്തിലാണ് വിൽക്കുന്നത്. ഇതോടെ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റുകളിൽ തിരക്കാണ്. കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് കിലോയ്ക്ക് 5 മുതൽ 8 രൂപ വരെ വില നൽകിയാണ് കർഷകരിൽ നിന്നും വാങ്ങുന്നത്. സവാളയാണെങ്കിൽ 7 മുതൽ 10 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പലയിടത്തും ഉൽപാദനം കനത്തതാണ് വിലയിടിയാൻ കാരണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൂടുതൽ എത്തുന്നതും വില കുറച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.